പല അമ്മാവന്മാരുടെയും അമ്മാവന്മാരുടെയും ആവാഹ അഴിഞ്ഞാടുന്ന കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. കൈകൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് പെമ്പിള്ളേര് തൽപരകൃഷിയാണോ എന്ന് അറിയുന്നില്ലല്ലോ. ഇനി ഞാൻ ചെയ്യുന്ന കണ്ടില്ല, ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന കണ്ടില്ലേ. മോളെ കണ്ടോ പെൺകുട്ടി പെൺകുട്ടി ആ നിൻപതങ്ങളിൽ നൃത്തമാടിടും. അങ്ങനെയൊക്കെയാണ് അപ്പാപ്പ ഇരിക്കുന്നത്. അപ്പാപ്പനതെങ്ങനെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ല ഇടം വരെ നോക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങൾ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് കിണുകിണ് അടിച്ചു വെക്കുക. നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ പടവടെ എത്തും. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചടവടെന്ന് കാണാനും പറ്റും. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യുക. ഒരു ലൈക്കോ ഒരു ഹാർട്ടോ എന്തെങ്കിലും ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യുക. കൂടുതലായിട്ട് പോകുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ എത്ര പേര് KSRTC ബസ് യാത്ര ചെയ്തിട്ടുണ്ട്? റേസ് യുവർ ഹാൻഡ്സ്. ഈ KSRTC ബസ് യാത്ര ചെയ്തിട്ട് മോശം അനുഭവം ഉള്ള സ്ത്രീകൾ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഉണ്ട് ഇല്ല എന്ന് മാത്രം കമന്റ് ചെയ്താൽ മതി. ഈ KSRTC ബസ്സും അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ആയാലും ഇപ്പോൾ പല അമ്മാവന്മാരുടെയും അമ്മാവന്മാരുടെയും ആവാഹ അഴിഞ്ഞാടുന്ന കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അത്തരത്തിലൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതായത് ഒരു പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്നു. കുട്ടി ബാക്കിലത്തെ സീറ്റിൽ ഇരിക്കുന്നു. കുട്ടിയുടെ മുമ്പിലത്തെ സീറ്റിൽ വന്നിട്ട് തലയിലെ മുടിയൊക്കെ ഇച്ചിരി നരച്ചല്ല, മുടി ഇല്ലാത്ത ഒരു അപ്പാപ്പൻ വന്നിരിക്കുന്നു. അപ്പാപ്പന് പെൺപിള്ളേരെ കണ്ടപ്പോൾ ഒരു ഇളക്കം നമുക്ക് കാണാം. മാത്രം കണ്ടാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും, ആ അപ്പച്ചന് ഇരിക്കാനൊരു സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണുന്നുണ്ട്. അപ്പച്ചൻ മറ്റേ കൈ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് 1-2 തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരല് വരുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീനക്കുറവ് വല്ലതും കാണും, അതുകൊണ്ടാണ്. പക്ഷെ കൈക്ക് സ്വാധീനക്കുറവല്ല, കുറച്ച് അല്പം കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഇത് സ്വാധീനക്കുറവിന്റെ അല്ല, അപ്പൊ സ്വാധീനം കൂടുതലിന്റെ. അതിനിപ്പോ വിരലിന്റെ ആണോ ഞരമ്പിന്റെ ആണോ എന്ന് അറിയത്തില്ല. അതോ ഇനി അപ്പാപ്പൻ കൈവച്ച് ചില പ്രത്യേക തരത്തിലുള്ള ആക്ഷൻ കാണിക്കുന്ന സ്ത്രീകളെ അവഹേളിക്കുന്ന ആക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഇനി അപ്പാപ്പൻ കൈവച്ച് കാണിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാതിരുന്നിട്ടുള്ളതിന്റെ രോഷമാണോന്നൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും അപ്പാപ്പൻ ഒരു 70-ാം വയസ്സിലും കുതിച്ചു പായുന്ന കുതിരയാണ് അപ്പാപ്പൻ. കുതിര. ബാക്കി കാണിക്കപ്പാപ്പ. സൈൻ ലാംഗ്വേജിൽ അപ്പച്ചന് എന്തോ നമ്മുടെ അടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട്. പക്ഷെ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ 294 ഓഫ് IPC പബ്ലിക് ന്യൂസൻസ് ആണ്. അപ്പാപ്പന്റെ വിചാരം അപ്പാപ്പൻ ഇപ്പോഴും മറ്റേ കോളേജിൽ പഠിക്കുന്ന കിളുന്ന് ചെറുക്കനാണ്. പെൺകുട്ടികൾ കാണുമ്പോൾ നിൻപതങ്ങളിൽ നൃത്തമാട്ടിട്ടും തുങ്കും. അപ്പാപ്പൻ ആ ഒരു മൂടി നിൽക്കുന്നേ ഉള്ളൂ. അപ്പാപ്പൻ ഒരു പെൺകുട്ടിയെ കണ്ടുടനെ ഉള്ളിലുള്ള വികാരം ഉണർന്നു. അപ്പാപ്പന്റെ ആ വിരൽ ഇങ്ങനെ പൊക്കുമ്പോഴത്തേനും പിടിച്ചിങ്ങനെ ടക്കൊന്ന് ഓടി അടിച്ചു കഴിഞ്ഞാൽ അപ്പാപ്പന്റെ കടിയങ്ങ് തീർന്നേനെ. അല്ലെങ്കിൽ നമ്മുടെ കാലല്ലേ ഇരിക്കും, ഒറ്റ ചവിട്ടങ്ങ് വെച്ച് കൊടുക്കുക, അപ്പാപ്പന്റെ പ്രശ്നം തീർന്നേനെ. ഇത് അപ്പാപ്പന്റെ അസുഖം ഈ പറയുന്ന പോലെ തന്നെ ശാരീരിക അസുഖങ്ങളൊന്നും തോന്നില്ല. ഇനിയിപ്പോൾ ന്യായീകരിക്കാനായിട്ട് ഈ അപ്പാപ്പന്റെ വീട്ടുകാർ ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും. അയാൾ ഒരു രോഗിയാണ് മോനെ, പാവമാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വരിക. പക്ഷെ അതൊന്നുമില്ല, അപ്പന്റെ രോഗം വേറെയാണ്. നല്ല കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാകുന്ന അസുഖമാണെന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ നാട്ടില് ഇപ്പൊ പ്രധാനമായും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുവാക്കളെക്കാട്ടിലും കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു ഇളക്കമുള്ളത് അപ്പന്മാർക്ക് തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. അതെന്താണ് അതങ്ങനെയൊന്നും പിടിയില്ല. സെക്ഷൽ ഹറാസ്മെന്റും ആണ്. ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമണ്ടക്കിട്ട് 2 കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എണീറ്റ് തലമണ്ടക്കൊന്നും കൊടുക്കല്ലേ, അപ്പാപ്പനാണത്. മറിഞ്ഞടിച്ച് താഴെ വീഴും. അപ്പാപ്പന് വല്ലതും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. നമ്മൾ പ്രതികരിക്കുക, നേരെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടുക. അതുകൊണ്ട് വീഡിയോ ഉണ്ട്. അപ്പാപ്പൻ അശ്ലീലകരമായ ചേഷ്ടകൾ നമ്മളെ കാണിച്ചു, അപ്പാപ്പനെ പിടിച്ച് അകത്തോട്ടിടുക. അപ്പാപ്പന്റെ കുടുംബാംഗങ്ങൾ വന്ന് ഇറക്കുകയാണെങ്കിൽ അവരറിയട്ടെ, അപ്പാപ്പൻ ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് അവരറിയണം. അപ്പാപ്പൻ അതിനുള്ള മരുന്ന് നമ്മൾ ഇത് റെഡിയാക്കി കൊടുക്കണ്ടേ. ഇനി അപ്പാപ്പന് കല്യാണപ്രായമായിട്ട് നിൽക്കുകയാണ്, അപ്പാപ്പന് കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അപ്പാപ്പന് നല്ലൊരു വിവാഹബന്ധം നമ്മൾ റെഡിയാക്കി കൊടുക്കണോ? നമ്മളല്ല, ആ അപ്പാപ്പന്റെ വീട്ടുകാർ റെഡിയാക്കി കൊടുക്കണമല്ലോ. അപ്പാപ്പന്റെ അസുഖത്തിനുള്ളൊരു മരുന്ന് നമ്മൾ കൊടുക്കണ്ടേ. കുറഞ്ഞ പക്ഷം മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് റോഡിൽ നിന്ന് ചൊറിയണം എടുത്ത് വെച്ച് കൊടുക്കത്തില്ലേ, അങ്ങനെങ്കിലും ചെയ്ത് കൊടുക്കണം. അപ്പൊ അപ്പാപ്പന്റെ പ്രശ്നങ്ങൾ തീരും. അപ്പാപ്പന്റെ കൈയാണ് അപ്പാപ്പന്റെ പ്രശ്നം. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കൈ മാത്രം വർക്കിംഗ് ഉള്ളോ ആവാത്തതിന്റെ പ്രശ്നമാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഇപ്പൊ എന്റെ ചെലവില് ഇങ്ങനെ 2 ആഴ്ചത്തെ മട്ടൻ കറി അവിടെ പോയി കഴിക്കണ്ട. കൊല്ലത്തെ മാതാവിന്റെ കുരിശടി എത്തിയപ്പോഴത്തേക്ക് ഈ കൈയും കൊണ്ട് കുരിശ് വരയ്ക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ. അതായത് വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുതെന്ന. അപ്പം നമ്മൾ ഇടങ്കൈ ഇട്ട് കാണിച്ചതിന് ഇടങ്കൈ ഇട്ട് തന്നെ മാപ്പ് പറയണം, ഇല്ലെങ്കിൽ ദൈവം പൊറുക്കൂല. അവിടെ ചെല്ലുമ്പോൾ ചൂരൽ വെട്ടി അടിക്കും. ഈ വള്ളികളെല്ലാം കൊല്ലത്താണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്തൊക്കെ താറുമാറ പ്രശ്നങ്ങളുണ്ടോ എല്ലാം കൊല്ലത്തിന്റെ നെഞ്ചത്തിട്ടാണ്. എന്തരാണോ എന്തോ.
നമ്മൾ കൊല്ലത്തെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് ലോകമാസകരമുള്ള പ്രശ്നമാണ്, ഇത് എല്ലാ ജില്ലകളിലുള്ള പ്രശ്നമാണ്. ഇതുപോലെ ഞരമ്പന്മാരായ ഒരുപാട് അപ്പാപ്പന്മാരുണ്ട്, നല്ല രീതിയിൽ പെരുമാറുന്ന ഒരുപാട് അപ്പാപ്പന്മാരുണ്ട്. അവരെ നമ്മൾ തെറ്റു പറയാൻ പാടില്ല. അഭിനയ സിംഹം ഈ ഒരു പ്രമുഖരെ 4 പേര് അറിയണ്ടേ? ഈ ഒരു ഷർട്ടോ, ഈ തലയോ, ഈ സ്പെക്സോ, ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുമല്ലോ. ഞങ്ങൾ പുറകിലിരുന്ന 2 പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് പാവം ഒരുപാട് പെടാപ്പാട് പെട്ട് 2 സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേര് കണ്ടപ്പോ എന്ത് മനസ്സംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത്. അപ്പാപ്പൻ പരിപാടി ഒപ്പിക്കുക. ഇനി അപ്പാപ്പൻ വിചാരിക്കുന്നത് ഈ പെമ്പിള്ളേര് തൽപരകക്ഷിയാണോ എന്ന് അറിയുന്നില്ലല്ലോ. ഇനി ഞാൻ ചെയ്യുന്ന കണ്ടില്ല, ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന കണ്ടില്ലേ. മോളെ കണ്ടോ, പെൺകുട്ടി, ഈ പെൺകുട്ടി ആ നിൻപതങ്ങളിൽ നൃത്തമാടിടും. അങ്ങനെയൊക്കെയാണ് അപ്പാപ്പ ഇരിക്കുന്നത്. അപ്പാപ്പൻ അത് എങ്ങനെയെങ്കിലും ഒന്ന് കാണിക്കണം. മോളെ എനിക്ക് താല്പര്യമുണ്ട്, മോളെ മുഖം താല്പര്യമുണ്ടോ എന്ന് അപ്പാപ്പനൊന്ന് അറിയിക്കണം. ഇത്രയും വലിയ ഞരമ്പന്മാർ. ആ അപ്പാപ്പന്റെ ഫോട്ടോ കണ്ടിട്ട് പുള്ളിക്കാരൻ എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോഴാണ് പുള്ളിക്കാരന്റെ അത് നിങ്ങൾ എല്ലാരും കാണുമ്പോൾ കുറച്ചധികം കിട്ടൂലേ. ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ? അപ്പൊ ഷെയർ ചെയ്തോളൂ കേട്ടാ. അപ്പാപ്പൻ എന്നിട്ട് കൈയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കൈ അവിടെ തന്നെ ഉണ്ടോ, അതാരെങ്കിലും എടുത്തോണ്ട് പോയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇത് വളരെയധികം കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ആ സ്ത്രീയെ ഇത്തരത്തിലുള്ള കുത്സിതത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പാപ്പൻ ആരുടെ കൂടെ ആണെങ്കിലും പൊക്കോ, അപ്പാപ്പൻ കിളുന്ത് പിള്ളേരോട് പൊക്കോ, അപ്പാപ്പനൊക്കെ പ്രായമുള്ള അമ്മമ്മമാരോട് പൊക്കോ, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഈ കാണിക്കുന്ന പെൺകുട്ടികൾക്ക് താല്പര്യം വേണം. അവരോട് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ താല്പര്യം കാണിക്കണം. അപ്പാപ്പൻ എന്താന്ന് വെച്ച് ചെയ്തു, ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേനും ഈ വീഡിയോ സർക്കുലേറ്റ് ആയി ഹിറ്റായിട്ട് ഈ അപ്പാപ്പൻ്റെ മുഖം കാണിച്ചില്ല. ഞാൻ പറഞ്ഞു ഈ അപ്പാപ്പൻ്റെ മുഖം കാണിക്കണമായിരുന്നു. ഈ അപ്പാപ്പനെ ആൾക്കാർ കെയർഫുൾ ആയിരിക്കണം. കാരണം ഈ അപ്പാപ്പൻ ഈ പ്രായത്തിൽ ഇങ്ങനെയാണ്, ഈ അപ്പാപ്പൻ്റെ നല്ല പ്രായത്തിൽ ഇങ്ങനെ എന്നാ വെകിളിയായിരുന്നിരിക്കും. ഇപ്പം മാസ്ക് ഒക്കെ ഇട്ടേക്കുക, മുഖം മറയ്ക്കണമല്ലോ. നമ്മളെന്തായാലും വണ്ടിയിൽ നിന്ന് ആക്ഷൻ കാണിക്കാൻ പോവുക. അപ്പം പിന്നെ നമ്മുടെ മുഖം കിട്ടരുതല്ലോ. എല്ലാം കാരണം ഫുൾ കെയർഫുൾ പരിപാടികളാണ്. കൊള്ളാം, നല്ലതാണ്. അപ്പാപ്പൻ ഇങ്ങനെയാണെങ്കിൽ അപ്പാപ്പന് വളരെ നല്ലൊരു ഭാവി ഉണ്ടാവും. അപ്പാപ്പൻ്റെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വണ്ടി യന്ത്രം പ്രവർത്തിക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. യന്ത്രം പ്രവർത്തിക്കുമെങ്കിൽ ആ പ്രവർത്തനം നിലയ്ക്കാനുള്ള പരിപാടികൾ ഈ പോക്കാണ് എത്രയും പെട്ടെന്ന് സാധിക്കും. ആരെങ്കിലുമൊക്കെ അപ്പാപ്പന് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നന്നായി വരട്ടെ, നന്നായി വാ. ഈ അപ്പാപ്പന്റെ വീട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അപ്പാപ്പൻ എത്രയും പെട്ടെന്ന് നല്ലൊരു അമ്മമ്മയെ കണ്ടുപിടിച്ച് കെട്ടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നാട്ടിലെ പെമ്പിള്ളേരുടെ മണ്ടയ്ക്കോട്ട് വരും. ഇപ്പോഴത്തെ പെമ്പിള്ളേർ പഴയ പോലെ കണ്ടും കേട്ടും ക്ഷമിച്ചും കരഞ്ഞുകൊണ്ട് പോകത്തില്ല, ചെവികൾ അടിച്ച് പൊട്ടിക്കും. അപ്പാപ്പന്റെ പല്ലുള്ള പല്ലാണെങ്കിലും വെപ്പുവല്ലാണെങ്കിലും തെറിച്ച് 2 കിലോമീറ്റർ അപ്പുറം പോയി കിടക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഇതിനകത്ത് ഈ പെൺകുട്ടി ഈ അപ്പാപ്പന്റെ മുഖം കാണിക്കുന്നില്ല, വളരെ നല്ല കാര്യമാണ്. പക്ഷെ അപ്പാപ്പന്റെ മുഖം കാണിക്കണമായിരുന്നെന്നാണ് എൻ്റെ ഒരു വാദം. കാണിക്കാൻ പറ്റത്തില്ല, അപ്പാപ്പൻ മാസ്ക് ഒക്കെ ഇടുന്നുണ്ട്, അത് വേറെ. അപ്പാപ്പൻ ഫുള്ള് മറ്റേ ആളുമാറൽ മൂടാ. ഇനി വൈകുന്നേരം ഇവിടെ ഒരു മറുകം വെച്ച് വരും, രാവിലെ ആകുമ്പോഴത്തേനും കുറച്ച് വെപ്പും മുടിയൊക്കെ വെച്ച് വരും. അങ്ങനെ അപ്പാപ്പൻ ഫുൾ ആളുമാറോട്ട സ്റ്റൈലാണ്. അപ്പാപ്പൻ ബസ് യാത്ര ചെയ്യുന്ന ഇതിനായിട്ടാണ്. മിനിമം അപ്പാപ്പൻ്റെ പ്രായമുള്ള ഒരു അമ്മാമ്മനെ കണ്ടുപിടിച്ച് നോക്കായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. സ്ഥിരം റെഗുലറായിട്ട് ശല്യം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക. ആ റൂട്ടിലുള്ള ബാക്കി ആൾക്കാർ കൈകാര്യം ചെയ്തോളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു അറിവിൽ മോശം അനുഭവം പുരുഷന്മാരിൽ നിന്നുണ്ടാകാത്ത യാതൊരു സ്ത്രീകളും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ ആൺപിള്ളേർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് പെൺപിള്ളേർക്ക്. എന്തല്ലേ? ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്താൻ പറ്റിയ വീഡിയോ കാണുന്നത്. ബൈ.